ഹലോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് പാർക്കിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നേ. പെട്ടെന്നായിരുന്നു തീരുമാനം മാറിയത്. അങ്ങനെ നേരെ RP മാളിലേക്കാണ് പോയത്. അങ്ങനെ ഇയാച്ച് കണ്ട ഉടനെ അവൻ്റെ കണ്ണിൽ പെട്ടത് ഈ കുതിരയിലോട്ടാണ്. അങ്ങനെ നേരെ അങ്ങ് കയറിയിട്ട് ഇങ്ങനെ അവനാണെങ്കിൽ ഒരു കൂട്ടും കിട്ടി. അങ്ങനെ പിന്നെ അതിൽ കുറേ നേരം അങ്ങനെ ഇരുന്ന് കളിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ ആണെങ്കിൽ ഒത്തിരി ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജോയ്സി ആണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ ആ ബൈക്കിലോട്ടാണ് കയറിയത്. അങ്ങനെ അവൾ കയറുന്ന കണ്ടപ്പോഴത്തേക്കും ഉടനെ അവനും വേണം. അങ്ങനെ അവനും അവളുടെ കൂടെ അങ്ങ് കയറി. അങ്ങനെ ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ പുറകിൽ നിന്നാണെങ്കിൽ ജോയിലും ഇട്ട് തള്ളിക്കൊടുക്കുക. അങ്ങോട്ട് വളയിടി ഇങ്ങോട്ട് വളയിടി എന്നും പറഞ്ഞ്. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കുറച്ച് അധികം നേരം അതിൽ തന്നെ അവളിങ്ങനെ നിന്ന് കളിച്ചുകൊണ്ടേ ഇരുന്ന്. കുറച്ച് സമയം കൂടുതലുണ്ടായിരുന്നു കേട്ടോ അതിൽ കളിക്കാനായിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആണെങ്കിൽ അടുത്ത ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് പോയി. അത് പിന്നെ ഞാനും ജോയിലും കൂടെ ആയിരുന്നു ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ വേണ്ടിയിട്ട്. ഇതിൽ ജോയിലാണ് സ്കോർ ചെയ്തത്. അവനാണെങ്കിൽ നല്ല ഒടുക്കത്തെ ഉന്നമായിരുന്നേ. അവനങ്ങ് കളിച്ചുകൊണ്ടിരിക്കുമ്പം 5-6 ബോൾ ഞാനും ഇട്ടാത്തോട്ട്. അങ്ങനെ ഞങ്ങൾ മത്സരിച്ചങ്ങ് കളിച്ചുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിച്ച് നിന്ന്. പിന്നെ അടുത്തതായപ്പോഴത്തേക്കിനും ജോയ്സി ആണെങ്കിൽ ഇത് കളിച്ചോളാൻ വയ്യ അവൾക്ക്. അങ്ങനെ അവൾ കളിച്ചുകൊണ്ടിരുന്നത് അതിൽ ഇങ്ങനെ തവള പൊങ്ങി വരും. അതങ്ങനെ അടിച്ചടിച്ച് നിൽക്കണം. ഇത് നമ്മൾ എത്രയോ സ്കോറ് ജയിച്ച് കഴിഞ്ഞാൽ എന്തോ പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവൾ വാശിക്ക് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. പക്ഷേ നമ്മൾ 8 നില പൊട്ടി. അത്ര സ്കോറൊന്നും ആയില്ല. പിന്നെ അടുത്തായപ്പോഴത്തേനും അവന് ജീപ്പിൽ കയറണമെന്ന് പറഞ്ഞു. അങ്ങനെ ജീപ്പിൽ കയറി അവർ റിമോട്ട് കൺട്രോൾ കൊണ്ടിട്ട് അങ്ങനെ 2 റൗണ്ട് അങ്ങനെ ഓടിപ്പിച്ച്. അങ്ങനെ അവൻ അതിൽ കയറി അവനങ്ങ് ഇഷ്ടപ്പെട്ട്. അവൻ തിരിഞ്ഞ് നോക്കുക എന്തോ വലിയ ആളെപ്പോലെ വണ്ടി ഓടിച്ചുകൊണ്ട് കിടക്കുക. അവനങ്ങ് കുറേ നേരം അതിലങ്ങ് കളിച്ചുകൊണ്ടിരുന്നേ. പിന്നെ അടുത്തപ്പോഴത്തേനും ജോലി വേറൊരു ഗെയിമിൽ കയറി. അങ്ങനെ അതും കണ്ടുകൊണ്ട് അവൻ നിൽക്കും. ഇതെന്തോ സംഭവം എന്ന് അവൻ നോക്കും. അവനൊന്നും മനസ്സിലാവുന്നില്ല അങ്ങോട്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ആ സാധനം അവൻ പൊക്കാൻ നോക്കിയപ്പോൾ അവനെ കളിയാക്കി. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേനും ആണെങ്കിൽ പിന്നെ അടുത്ത വേറൊരു ബോക്സിങ്. അത് ജോയിൽ ഒരുവിധപ്പെട്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവനാട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവനങ്ങനെ ഷോയൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷേ അതൊന്നും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അത് വേറെ കാര്യം. പിന്നെ അടുത്ത ഗെയിം ഞാനും അവനും കൂടെ പിന്നെ വേറൊരു ഗെയിം കളിക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ആരുടെയും കയ്യിൽ ഇരിക്കുന്നില്ല. അവളെൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഇരിക്കുക. പിന്നെ ഒറ്റക്കൈ വെച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയാണ് കളിക്കുന്നത്. ഈ ഗെയിമിൽ ഞാനാണ് സ്കോർ ചെയ്തത്. എനിക്ക് 7 പോയിൻ്റ് ഉണ്ടായിരുന്നു, അവന് 2. അങ്ങനെ കുറച്ചധികം നേരം അതിൽ കളിച്ചുകൊണ്ടിരുന്നത്. അവൻ ഷോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടി. പിന്നെ അത് കഴിഞ്ഞ് ഗെയിമൊക്കെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. 10 ഗെയിമോളം ഞങ്ങൾ കളിച്ചേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡാണല്ലോ നമ്മുടെ മുഖ്യം. അങ്ങനെ ഇന്നാണെങ്കിൽ മാമിയുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പറഞ്ഞില്ല, ഞങ്ങളൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അന്നേരം ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു പിസ്സ ഓർഡർ ചെയ്തു. അങ്ങനെ പിസ്സ ഓർഡർ ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ ജോയ്സി അതും കൊണ്ടുകൊണ്ട് വന്ന് കേക്കിന് പകരം ഞങ്ങൾ പിസ്സ മുറിച്ച് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാട്ടൊക്കെ പാടി അങ്ങ് മാമിക്ക് അങ്ങനെ കൊടുത്തു കേട്ടോ. അങ്ങനെ ജോയിലൊരു പീസ് ഇങ്ങനെ മുറിച്ചിട്ട് നല്ല ചൂടായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇപ്പോൾ കാണുന്നത്. മാമിയുടെ വായാണെങ്കിൽ പൊള്ളിപ്പോയേട്ടാ. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ട് നിന്ന് പിന്നെ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഡാൻസ് കളിയായിരുന്നു. അവൾക്കാണെങ്കിൽ ഇങ്ങനെ ഇഷ്ടം പുറത്തോട്ടൊക്കെ പോയി ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് ഇഷ്ടമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി പിന്നെ നടത്തം ഓട്ടം അറിയാമല്ലോ. പിന്നെ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അച്ഛനെ ഞാൻ പിന്നെ അവരുടെ കയ്യിലോട്ട് അങ്ങ് ഏൽപ്പിച്ച് വെച്ച്. നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങില്ല. അവൻ്റെ കുരുത്തക്കേട് ഓട്ടവും ചാട്ടവും നമ്മൾ കുഴഞ്ഞു പോകും. പിന്നെ നേരെ മാമിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രെൻഡ്സിൽ കയറിയായിരുന്നു. മാമിയുടെ നാത്തൂൻ ക്യാഷ് ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക, ഒരു ടോപ്പ് എടുക്കുമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സിൽ കയറി. അങ്ങനെ കുറേ അധികം പിന്നെ നമ്മൾ ഡ്രസ്സ് നോക്കാൻ കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ. നമ്മൾ ഓരോന്നിങ്ങനെ എടുത്ത് നോക്കി സത്യം പറഞ്ഞാൽ അവിടെ ഒത്തിരി സമയം അങ്ങ് പോയി. പിന്നെ അങ്ങനെ ഒരു കോഡ് സെറ്റ് എടുത്തു. അങ്ങനെ ഡ്രസ്സ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നമ്മൾ ഡ്രസ്സ് ഓരോന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അടിപൊളി കളക്ഷനാണ് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ അവൻ കുഴഞ്ഞ് അവനവിടെ കിടന്ന്. പിന്നെ ഞങ്ങളവിടെ നിന്ന് പയ്യെ അങ്ങ് ഇറങ്ങി. അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബായ്.